ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ വേറൊരു ചാനലുണ്ട്. അത് റിജിൻ തോമസ് എന്ന ആ ഒരു ചാനല് എൻ്റെ മോണിറ്റൈസേഷനായി കഴിഞ്ഞ മാർച്ച് 27 എൻ്റെ ആ ചാനൽ മോണിറ്റൈസേഷനായി. അപ്പം എൻ്റെ 0 സബ്സ്ക്രൈബറിൽ നിന്നും ഈ റിജിൻ തോമസ് എന്ന ഇതാണ് എൻ്റെ ചാനൽ. ഈ റിജിൻ തോമസ് എന്ന ഈ ചാനല് 0 സബ്സ്ക്രൈബറിൽ നിന്നും 7000 സബ്സ്ക്രൈബറിലേക്കും അത് കഴിഞ്ഞിട്ട് മോണിറ്റൈസേഷനിലേക്കും എത്തിയ ആ ഒരു 0 സബ്സ്ക്രൈബറിൽ നിന്നും 7000 സബ്സ്ക്രൈബറിലേക്കുള്ള ഈ ഒരു യാത്ര, അതിനുള്ളിൽ എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളും മറ്റുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പം എൻ്റെ ഒരു അഭ്യർത്ഥന നിങ്ങളോടുള്ളത്, നിങ്ങൾ ഈ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തതായിട്ട് ഞാൻ ഇടാൻ പോകുന്ന വീഡിയോകൾ എങ്ങനെ നമ്മൾ മോണിറ്റൈസേഷൻ എങ്ങനെ നമ്മൾ നടത്താം, അല്ലെങ്കിൽ ആഡ്സൻ അക്കൗണ്ട് എങ്ങനെ ഉണ്ടാക്കാം, ചാനൽ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ സെറ്റിങ്ങുകൾ എന്തെല്ലാം സെറ്റിങ്ങുകൾ ചെയ്താൽ നമ്മൾ യൂട്യൂബിൽ അൽഗോരിതത്തിന് നമ്മുടെ ചാനലിനെ പറ്റി മനസ്സിലാക്കുകയും അങ്ങനെ ആ ചാനൽ മറ്റുള്ളവരുടെ മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്യും. അൽഗോരിതത്തിന് നമ്മുടെ ചാനൽ മനസ്സിലായില്ലെങ്കിൽ നമുക്ക് വ്യൂവേഴ്സ് കിട്ടത്തില്ല. അതാണ് ഈ പുതിയ ക്രിയേറ്റേഴ്സിനെല്ലാം വരുന്ന ഒരു പ്രശ്നം. അപ്പോൾ എൻ്റെ 0 സബ്സ്ക്രൈബറിൽ നിന്നും 7000 സബ്സ്ക്രൈബറിലേക്കുള്ള ഒരു യാത്രയും മോണിറ്റൈസേഷനിൽ എത്തിയ ആ ഒരു കാര്യങ്ങളുമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോടുള്ള റിക്വസ്റ്റ്, എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. ആ ഒരു രീതിയിൽ അത് കൂടുതൽ ന്യൂ യൂട്യൂബ് ക്രിയേറ്റേഴ്സിലേക്ക് അത് എത്തുകയും എല്ലാവർക്കും അവരുടെ എല്ലാം യൂട്യൂബ് ക്രിയേറ്റേഴ്സ് എല്ലാം പ്രശ്നങ്ങളിലായിരിക്കും. കാര്യം ആരുടെയും പെട്ടെന്ന് ന്യൂ യൂട്യൂബേഴ്സ് ആർക്കും പെട്ടെന്ന് വ്യൂവേഴ്സ് കിട്ടത്തില്ല. അങ്ങനെയുള്ള നമ്മൾ എത്ര വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാലും യൂട്യൂബ് നമ്മുടെ വീഡിയോ അത് റെക്കമെൻഡ് ചെയ്യത്തില്ല. യൂട്യൂബ് എപ്പം വരെ നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നില്ല, ആ സമയം വരെ നമ്മുടെ വീഡിയോ വൈറലും ആകത്തില്ല. അപ്പം അങ്ങനെയുള്ള പ്രശ്നത്തിൽ ന്യൂ യൂട്യൂബേഴ്സ് എല്ലാം ഇങ്ങനെയുള്ള ഒരു പ്രശ്നത്തിലായിരിക്കും. മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് 1000 സബ്സ്ക്രൈബർ അല്ലെങ്കിൽ 4000 വാച്ച് ടൈം എന്നുള്ള ആ ഒരു ക്രൈറ്റീരിയയിൽ എത്തുവാൻ വളരെ പാടാണ്. പ്രത്യേകിച്ച് പുതിയ ആൾക്കാർ നമ്മൾ എത്ര വീഡിയോ ഇട്ടാലും, എൻ്റെ തന്നെ ആണെങ്കിലും ആദ്യമായിട്ട് നമുക്ക് വീഡിയോ ഉണ്ടാക്കുമ്പോൾ വീഡിയോ നമ്മുടെ ശരിയല്ല. നമ്മൾ വിചാരിക്കും നമ്മൾ ഇടുന്ന ഓരോ വീഡിയോയും വളരെ നന്നായതാണെന്ന് വിചാരിച്ചാണ് നമ്മൾ ഇടുന്നത്. പക്ഷേ ആ വീഡിയോകൾ കണ്ടന്റ് അത്ര ശരിയായിരിക്കത്തില്ല. ഇനി കണ്ടന്റ് ശരിയായാൽ തന്നെ നമ്മുടെ എഡിറ്റിങ് അത് ശരിയാകത്തില്ല. കാര്യം നമ്മൾ ഈ വീഡിയോ നമ്മൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, വീഡിയോ ഉണ്ടാക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. കൂടാതെ നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആ ഒരു ആപ്പ് നമുക്ക് പുതിയതാണ്. നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഈ പവർ ഡയറക്ടർ എന്ന ആപ്പും അതുകൂടാതെ നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ ഇതെല്ലാം നമുക്ക് പുതിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ വീഡിയോ ഉണ്ടാക്കുന്ന നമ്മുടെ വീഡിയോ അത്ര ശരിയായിരിക്കത്തില്ല. ശരിയാണെങ്കിൽ തന്നെ നമ്മുടെ സെറ്റിങ്ങുകൾ, നമ്മൾ ചാനലിലുള്ള സെറ്റിങ്ങുകൾ ശരിയായിട്ട് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ നമ്മൾ ടൈറ്റിൽ ശരിയായിട്ട് എഴുതത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് യൂട്യൂബിൻ്റെ അൽഗോരിതത്തിന് നമ്മുടെ വീഡിയോയെ പറ്റി ഒന്നും മനസ്സിലാകത്തില്ല. എൻ്റെ ആദ്യം ഇടുന്ന വീഡിയോയ്ക്ക് വെറും 15 ആൾക്കാർ കാണും, അല്ലെങ്കിൽ 20 ആൾക്കാർ കാണും. 50 കൂടുതൽ പോയിട്ടേ ഇല്ല. പിന്നെ ഞാനൊരു 3 മാസം ഞാൻ ഓരോ ദിവസവും വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു. ആദ്യം ആഴ്ചയിലൊന്ന് ഇട്ടുകൊണ്ടിരുന്നു, പിന്നെ ഓരോ ദിവസങ്ങളിലും ഓരോ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു. എന്നിട്ടും ഒരനുഗ്രഹം, എൻ്റെ 360 വീഡിയോകൾ നിങ്ങളൊന്ന് വിചാരിക്കണം. 6 മാസം കൊണ്ട് 360 ചില്ലുവാനം വീഡിയോ ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഇത് മോണിറ്റൈസേഷൻ നടന്നതും അല്ലെങ്കിൽ സബ്സ്ക്രൈബർ കിട്ടിയതും. അപ്പം പുതിയ ക്രിയേറ്റേഴ്സിനോട് എനിക്ക് പറയുവാനുള്ള, ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ഇടുന്നത്. എൻ്റെ കണക്കുള്ള പ്രയാസങ്ങൾ മറ്റുള്ളവർക്കും ഉണ്ടാകും. അപ്പം നിങ്ങൾ ഒരിക്കലും യൂട്യൂബ് വിടരുത്. നിങ്ങൾ നിരാശരായിട്ട് നിങ്ങൾക്ക് വ്യൂവേഴ്സ് കിട്ടുന്നില്ല, സബ്സ്ക്രൈബർ കിട്ടുന്നില്ല എന്നുള്ള ഒരു അർത്ഥത്തിൽ നിങ്ങൾ ഇതിൽ നിന്നും മാറി നിൽക്കരുത്. നിങ്ങൾ ഉപേക്ഷിക്കരുത്. യൂട്യൂബ് ഒരു ദിവസം നിങ്ങളുടെ വീഡിയോ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ ഒരാഴ്ച, അല്ലെങ്കിൽ ഒരു മാസം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വർഷം എടുത്താൽ, ചിലർക്കൊക്കെ ഞാൻ ഹിന്ദി ചാനലുകൾ ഒരുപാട് കാണുന്നത് കൊണ്ട് എനിക്കറിയാം, ചിലർ 3-4 വർഷമായിട്ട് യൂട്യൂബിൽ അവരുടെ മോണിറ്റൈസേഷന് വേണ്ടി പ്രയത്നിക്കുന്നവരാണ്. അപ്പോൾ ഒരിക്കലും നിരാശരാകരുത്. നിങ്ങളുടെ ലക്ക് കണക്കിരിക്കും ചിലപ്പോൾ. അതായത് നമ്മുടെ വീഡിയോ എങ്ങനെ വൈറലാകുന്നെന്ന് വിചാരിച്ചാൽ,
നമ്മുടെ വീഡിയോയെ പറ്റി അൽഗോരിതത്തിന് മനസ്സിലാവും. ഈ ഇന്ന വീഡിയോ ഇതിന്റെ കണ്ടന്റ് ഇന്നതാ, ഇത് ഇന്ന ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു മാനദണ്ഡം യൂട്യൂബിന് അല്ലെങ്കിൽ യൂട്യൂബിലെ അൽഗോരിതത്തിന് എപ്പം വരെ മനസ്സിലാകുന്നില്ല ആ സമയം വരെ നമ്മുടെ വ്യൂവേഴ്സ് നമുക്ക് കിട്ടത്തില്ല, അല്ലെങ്കിൽ ഇത് സബ്സ്ക്രൈബർ കിട്ടത്തില്ല. അങ്ങനെയുള്ള ഒരു രീതിയിലാണ് വീഡിയോ പോകുന്നത്. ഇനി അൽഗോരിതം ഒരു ലോകത്തിൽ ആർക്കും അൽഗോരിതം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുത്തൻ അത് മനസ്സിലാക്കിയാൽ അവനായിരിക്കും യൂട്യൂബിലെ ഏറ്റവും വലിയവനും ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനും അവനായിരിക്കും. ബാക്കി എല്ലാവരും താഴെക്കടയിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് യൂട്യൂബ് ആ ഒരു രീതിയിലാണ് അൽഗോരിതം സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഓരോ ദിവസവും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇന്നത്തെ അൽഗോരിതം ആയിരിക്കത്തില്ല നാളെ യൂട്യൂബിൽ വരുന്നത്, നാളത്തെ ആയിരിക്കത്തില്ല മറ്റന്നാള്. ഇതിങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അൽഗോരിതത്തിനെ പറ്റി പൂർണ്ണമായിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ അൽഗോരിതത്തിന്റെ അനുസരിച്ച് വീഡിയോ ഇടാനോ നമുക്ക് കഴിയത്തില്ല. എങ്കിലും കുറച്ചൊക്കെ നമ്മൾ കണ്ടിന്യൂ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് തന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നാൽ ഒരു ദിവസം തീർച്ചയായിട്ടും യൂട്യൂബ് നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്യും. യൂട്യൂബ് എപ്പം വരെ നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്യുന്നില്ല, ആ റെക്കമെൻഡ് ചെയ്യാതിരുന്നാൽ നമ്മുടെ വീഡിയോ വൈറലാകത്തില്ല. നമ്മുടെ വീഡിയോ വൈറലാകണമെങ്കിൽ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യണം. യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ യൂട്യൂബിലെ അൽഗോരിതത്തിന് നമ്മുടെ വീഡിയോയെ പറ്റി മനസ്സിലാക്കണം. എൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞാൻ പല കാറ്റഗറിയിൽ, ഒരു ചാനലിൽ തന്നെ പല കാറ്റഗറിയിലുള്ള വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു. അപ്പം ഇന്ന് ഞാൻ ന്യൂസിനെ പറ്റിയിട്ട്, നാളെ കോമഡി ഇട്ട്, മറ്റന്നാൾ ഡാൻസ് ഇട്ട്, അങ്ങനെയുള്ള, അതുകൊണ്ട് യൂട്യൂബിന് കാര്യം പിടികിട്ടുന്നില്ല. ഇവൻ ഏത് തരത്തിലുള്ള വീഡിയോകളാണ് ഇടുന്നത്, ഞാൻ ഏത് തരത്തിലുള്ള ആൾക്കാരുടെ മുന്നിൽ ഈ വീഡിയോ എത്തിക്കണമെന്ന് യൂട്യൂബിലെ അൽഗോരിതം തന്നെ കൺഫ്യൂഷനാണ്. അപ്പൊ പിന്നെ ആൾക്കാരുടെ മുന്നിൽ പോകത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ മിക്കപ്പോഴും 50 വ്യൂവേഴ്സ് കാണുന്ന അല്ലെങ്കിൽ അതിന് താഴെയുള്ള വ്യൂവേഴ്സ് നമുക്ക് കിട്ടുന്ന. ഇതുകൊണ്ടാണ് യൂട്യൂബിന്റെ അൽഗോരിതത്തിന് നമ്മുടെ വീഡിയോയെ പറ്റി മനസ്സിലാകുന്നില്ല. കൂടുതൽ നിങ്ങൾ സബ്സ്ക്രൈബർ കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി എനിക്കും സബ്സ്ക്രൈബർ കിട്ടിയത്, ഞാൻ നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിൽ വിനു ജോണിന്റെ സ്പീക്കിംഗ്, ഷാഫിയുടെ സ്പീക്കിംഗ്, ജനം ടിവിയിൽ വരുന്ന ചില സ്പീക്കിംഗ്, ഇങ്ങനെയുള്ള ടിവികളിൽ വരുന്ന, യൂട്യൂബിൽ വരുന്ന സ്പീക്കിംഗ് ഉണ്ടല്ലോ, യൂട്യൂബിൽ അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിൽ വരുന്ന അതായത് പോപ്പുലറായ ആൾക്കാരുടെ സ്പീക്കിംഗ്, അത് അവരുടെ ആ പ്രസംഗം നമ്മൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് അത് പിന്നെ എഡിറ്റ് ചെയ്ത് ഷോർട്ട് വീഡിയോ ആക്കണം. ലോങ് വീഡിയോ ഇട്ടാൽ നമുക്ക് അത്രയും ഇത് കിട്ടത്തില്ല, അതിന്റെ ഒരു പ്രയോജനം കിട്ടത്തില്ല. ഷോർട്ട് വീഡിയോ ഉണ്ടാക്കി നിങ്ങൾ ഇടണം. 60 സെക്കൻഡിന്റെ ഷോർട്ട് വീഡിയോ ഉണ്ട്, അത് 30, 35, 40 വരെയുള്ള ഷോർട്ട് വീഡിയോ, സെക്കൻഡിന്റെ ദൈർഘ്യമുള്ള ഷോർട്ട് വീഡിയോ ഉണ്ടാക്കി നിങ്ങൾ അപ്ലോഡ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സബ്സ്ക്രൈബർ തീർച്ചയായിട്ടും അത് കൂടും. നിങ്ങൾ വിചാരിക്കുന്ന അത്ര കൂടും. എനിക്ക് പെട്ടെന്നായിരുന്നു സബ്സ്ക്രൈബർ കൂടിയത്. കാര്യം ഷോർട്ട് വീഡിയോ, ആദ്യം ലോങ് വീഡിയോ ഇട്ട് ഒരു സബ്സ്ക്രൈബർ ഉണ്ടാകുന്നില്ല. പിന്നെ നമ്മൾ ഫോൺ ചെയ്ത് പലരോടും പറയും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുന്നിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യുന്നു പറഞ്ഞ് അങ്ങനെ സബ്സ്ക്രൈബർ കിട്ടിയതേ ഉള്ളൂ. അതൊരു 10-75 വരെ കിട്ടി. പിന്നത്തെ വീണ്ടും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം വേറൊരു കാര്യം, നിങ്ങൾ ഒരിക്കലും വീഡിയോ നിങ്ങളുടെ ഷെയർ ചെയ്തില്ല, യൂട്യൂബ് തന്നെ മനസ്സിലാക്കി യൂട്യൂബ് റെക്കമെൻഡ് ചെയ്ത് കിട്ടുന്ന ആ ഒരു റെക്കമെൻഡേഷനിലൂടെ നമുക്ക് കിട്ടുന്ന ആ ഒരു വ്യൂവേഴ്സ് അത് നമ്മുടെ കൺസെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ സബ്സ്ക്രൈബർ കൺസെന്റ് ആയിരിക്കും. അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. അതേസമയം നമ്മൾ പലരോടും പറഞ്ഞ് നമ്മുടെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ അവര് നമ്മുടെ പ്രഷർ കൊണ്ട് ഒരു പ്രാവശ്യം ചെയ്യും, 2 പ്രാവശ്യം ചെയ്യും, മൂന്നാമത്തെ പ്രാവശ്യം അവർ നമ്മുടെ വീഡിയോ കാണത്തുമില്ല, ചെയ്യത്തുമില്ല. അപ്പൊ അതുകൊണ്ട് കഴിവതും നിങ്ങൾ ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യിക്കല്ലേ, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യിക്കല്ലേ. യൂട്യൂബിന്റെ അൽഗോരിതത്തിന് മനസ്സിലാകുകയും നമ്മുടെ വീഡിയോയുടെ കണ്ടന്റിനെ പറ്റി മനസ്സിലാക്കുകയും അത് അങ്ങനെ കണ്ടന്റ് കാണുന്നവരുടെ മുന്നിൽ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോ ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോ വൈറലാവും. അപ്പൊ നിങ്ങൾക്ക് സബ്സ്ക്രൈബർ ഇങ്ങനെ നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും. സബ്സ്ക്രൈബർ കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഷോർട്ട് വീഡിയോ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യുക. അത് കൂടുതലും നമ്മുടെ മലയാളത്തിൽ നമുക്ക് പെർഫോമൻസിന് അല്ലെങ്കിൽ സബ്സ്ക്രൈബർ കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് തന്നെയാണ് ഏറ്റവും നല്ല, എനിക്ക് തോന്നിയ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇത് തന്നെയാണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയത്. ടി വിയിലൊക്കെ വരുന്ന ന്യൂസ്
ന്യൂസ് അവേഴ്സിലെ ആ കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും ഒക്കെ എന്നൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് അതിന് കോപ്പിറൈറ്റ് ക്ലെയിം വരത്തില്ല. ഇനി മോണിറ്റൈസേഷൻ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ കോപ്പിറൈറ്റ് ക്ലെയിം അവിടെ ബാധകമല്ല. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ അത് മാറുവാൻ വേണ്ടി അതിന്റെ ഒരു 3 മാസം എടുക്കും സ്ട്രൈക്ക് മാറാം. ആ 3 മാസം കഴിയുമ്പോൾ അതിന്റെ ഒരു എഫക്റ്റ് മാറും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് കൊടുക്കാം. എന്റെയും എന്റെ ഇത് മോണിറ്റൈസേഷന് ഞാൻ അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് എന്റെ വീഡിയോയിൽ പലതും കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ടായിരുന്നവയായിരുന്നു. അതല്ലാതെ ഞാൻ ചിലത് യൂട്യൂബിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇട്ട വീഡിയോകളും ഉണ്ടായിരുന്നു. എന്റെ വീഡിയോയ്ക്ക് കൂടുതലും വ്യൂവേഴ്സും സബ്സ്ക്രൈബറും കിട്ടിയത് ഞാൻ കൃപാസന മാതാവിനെ പറ്റി ഉള്ള എന്റെ വീഡിയോകൾ ഇട്ടതിൽ പറ്റിയാണ്. കാര്യം ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് യൂട്യൂബിൽ എന്റെ വീഡിയോകളൊന്നും വൈറലാകുന്നില്ല. എല്ലാം 15, 20, 50 താഴെ വന്ന് നിൽക്കുകയാണ്. അപ്പൊ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കൂടുതലായിട്ട് അനുഭവപ്പെട്ടത് ഇപ്പോൾ നമ്മൾ ഹിന്ദിയിലാണെങ്കിൽ ഇന്ത്യ മൊത്തം നമ്മുടെ വീഡിയോ ഓടും. 100 പേര് എങ്ങനെയാണെങ്കിലും 10,000 പേര് കുറഞ്ഞത് വീഡിയോ കണ്ടിരിക്കുക. പക്ഷെ കേരളത്തിൽ നിന്ന് പറഞ്ഞ ഒരു കുറഞ്ഞ പോപ്പുലേഷൻ അല്ലേ. അപ്പൊ ആ ഒരു കുറഞ്ഞ പോപ്പുലേഷൻ ആയതുകൊണ്ട്, അതായത് വീഡിയോ കാണുന്നവരുടെ പോപ്പുലേഷൻ ഞാൻ പറഞ്ഞത്, അപ്പം വീഡിയോ കാണുന്നവർ കുറവായതുകൊണ്ട് നമുക്ക് സബ്സ്ക്രൈബർ കിട്ടാൻ ഇച്ചിരി പ്രയാസമാണ്. അപ്പം ഞാൻ നോക്കിയപ്പം ഈ കൃപാസനം മാതാവിന്റെ വീഡിയോകൾ ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ കൃപാസനം മാതാവിന്റെ കാര്യങ്ങളുള്ള വീഡിയോകളിട്ട് അത് കണക്ക് തന്നെ ഞാൻ കൃപാസനം മാതാവിനോട് പ്രാർത്ഥിച്ചത്. കൃപാസനം മാതാവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എൻ്റെ ഈ ചാനൽ മോണിറ്റൈസേഷൻ ആയത്. അതൊരു വല്ലാത്ത കാര്യമാണ്. അപ്പം ആ ഒരു മാതാവിന്റെ അനുഗ്രഹം കൂടി എനിക്കുണ്ടായി. അപ്പൊ അങ്ങനെയാണ് എൻ്റെ ചാനല് മോണിറ്റൈസേഷൻ ആയത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ എൻ്റെ 7,000 സബ്സ്ക്രൈബർ ചെയ്തുകൊണ്ട്. അതുകൂടാതെ കൺഗ്രാജുലേഷൻ, യു ഹാവ് ബീൻ അക്സെപ്റ്റഡ് ഇൻ ടു ദി യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം. ഇത് 27-ാം തീയതി എൻ്റെ മോണിറ്റൈസേഷൻ ആയി. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് എൻ്റെ ഈ റിജിൻ തോമസ് എന്നുള്ള ഒരു ചാനൽ പിന്നെ വേറൊരു കാര്യം, എൻ്റെ മോണിറ്റൈസേഷനും കഴിഞ്ഞ് വീഡിയോ എൻ്റെ അധികം വൈറലായിട്ടില്ല. എൻ്റെ വീഡിയോ 20,000, 28,000 വരെയൊക്കെ പോയിട്ടുള്ളൂ. അതിൽ കൂടുതൽ എൻ്റെ വീഡിയോ പോയിട്ടില്ല. അങ്ങനെയുള്ള ഒരു മില്യൺ കണക്കിനോ ലക്ഷക്കണക്കിനോ ഉള്ള ഒരു വൈറലൊന്നും എൻ്റെ ആയിട്ടില്ല. ഇത്രയേ പോയിട്ടുള്ളൂ. പക്ഷെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ വന്നത്, ഇത് കഴിഞ്ഞിട്ടും ഞാനിട്ട വീഡിയോയ്ക്ക് അധികം വ്യൂവേഴ്സ് വന്നില്ല. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ട കൃപാസനം ഓൺലൈൻ ഉടമ്പടി എന്നുള്ളതിന് 3 ലൈക്ക് വന്ന്, 1 കമന്റ് വന്ന്, 37 വ്യൂവേഴ്സേ വന്നുള്ളൂ. ഇന്നലെ ഞാനൊരു 4-5 മണി ആയപ്പോഴത്തേക്കാ, അല്ല 4 മണിയല്ല, ഒരു രാവിലെ 11 മണി ആയപ്പോ എങ്ങാണ്ടിട്ടതാ. അപ്പൊ നോക്ക്, വേറെ ഒരെണ്ണമുണ്ട്. ഈ അടുത്തടുത്തിട്ട 2-3 വീഡിയോകൾക്ക് വന്ന വ്യൂവേഴ്സ് ഇത്രയേ ഉള്ളൂ. ഒരെണ്ണം 37, ഒരെണ്ണം 27, ഒരെണ്ണം 36, ഇത്രയൊക്കെ വന്നിട്ടുള്ളൂ. അതിന് മുന്നുള്ള ഒരെണ്ണം 9 വന്നിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള ഇത് തന്നെ ആയിരിക്കും നിങ്ങൾക്കും വരുന്നത്. അതുകൊണ്ട് ഒരിക്കലും നിരാശപ്പെടരുത്. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു വാരം ഒരു പാത്തി, അതായത് ഇങ്ങനെ കയറി ഇറങ്ങിപ്പോകുന്ന ഒരു ഡയഗ്രാമാണ് അൽഗോരിതത്തിനുള്ളത്. നമ്മുടെ ഒരിക്കൽ വീഡിയോ വൈറലായി പിന്നെ ഇടുന്ന വീഡിയോകളെല്ലാം വൈറലാകുമെന്ന് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ആകത്തില്ല. ഒരിക്കൽ വൈറലായ ആ വീഡിയോ അതൊരു 20,000 അല്ലെങ്കിൽ 30,000, ചിലപ്പം 1,00,000 അല്ലെങ്കിൽ മില്യൺ കണക്കിന് പോയിട്ട് പിന്നെ നിൽക്കും. പിന്നെ നമ്മുടെ കുറെ വീഡിയോകൾ പിന്നെ വൈറലാകത്തില്ല. അത് കഴിഞ്ഞ് ഒരവസരം കഴിഞ്ഞേ പിന്നെ വൈറലാകത്തുള്ളൂ. അപ്പൊ ആ ഒരു വാരം പാത്തിയെന്ന് നമ്മൾ പറയത്തില്ലേ, ഇങ്ങനെ കുറഞ്ഞും കൂടിയിരിക്കുന്ന ആ ഒരു ഇടയിലുള്ള ആ ഒരു സമയം നമുക്ക് പ്രയാസം തരുന്നതാണ്. കാര്യം വീഡിയോകൾ നമ്മൾ എത്രയൊക്കെ ശ്രമിച്ച് എത്രയൊക്കെ നല്ല കണ്ടന്റ് ഇട്ടാലും അത് വൈറലാകത്തില്ല. അപ്പം ഇത്രയൊക്കെ കാര്യം നിങ്ങളോട് പറഞ്ഞ് വീണ്ടും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഞാൻ ഇനിയും ദിവസവും എൻ്റെ ഓരോ വീഡിയോ ഉണ്ട്. അപ്പം മോണിറ്റൈസേഷനെ പറ്റിയും അല്ലെങ്കിൽ എങ്ങനെ വ്യൂവേഴ്സ് വർദ്ധിപ്പിക്കാൻ ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. സമയക്കുറവ് കൊണ്ട് ഞാൻ പ്രാക്ടിക്കലായിട്ട് നിങ്ങളെ കാണിച്ചില്ല എങ്ങനെ അത് ചെയ്യുന്നെന്ന്. എങ്ങനെ നമ്മൾ വീഡിയോയുടെ വ്യൂവേഴ്സ് കൂട്ടുന്നതിനുള്ള ആ ടെക്നിക്കുകൾ ഞാൻ നിങ്ങളെ പറഞ്ഞില്ല. കാര്യം അതിനുള്ള സമയമില്ല. ഒന്ന് ഓടിച്ചെല്ലാ കാര്യങ്ങളും എൻ്റെ ആ ഒരു 0 സബ്സ്ക്രൈബറിൽ നിന്നും ആ ഒരു 7,000 സബ്സ്ക്രൈബറിലേക്കുള്ള ഒരു യാത്ര ഞാൻ നിങ്ങളെ ഇങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ, അല്ലാതെ ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ ടെക്നിക്കൽ
ടൈറ്റിലുകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. അതിനൊക്കെ സമയമെടുക്കും. അപ്പോൾ ഓരോ വീഡിയോ ആയിട്ട് അത് ഇട്ടുകൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടിയിട്ട് വളരെ ഇംപ്രോമേറ്റീവായ ആ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.